നമസ്കാരം, വെൽക്കം ടു വിവേക് വ്യൂസ്. ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയുടെ ഹൃദയം പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നെത്തി 28 ടൂറിസ്റ്റുകളെ അവരുടെ മതം നോക്കി ഹിന്ദുക്കളാണെന്ന് തെരഞ്ഞു പിടിച്ച് കൊന്ന സംഭവം ഇന്ത്യക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ആ ഭീകരരുടെ മാളങ്ങൾ തെരഞ്ഞു പിടിച്ച് അവരുടെ ഉന്മൂലനം ചെയ്തിട്ട് അല്ലാതെ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കില്ല. ഇതിന് ഒരു ന്യായീകരണവുമില്ല. പുൽവാമ ഒഴിച്ചുള്ള ഒരു സംഭവത്തിലും ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഇന്ത്യ മറുപടി നൽകിയിട്ടില്ല. പുൽവാമയിൽ CRPF ഭടന്മാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരുന്നത്. അന്ന് പെഹൽഗാമിൽ വിനോദയാത്രയ്ക്ക് വന്നവരാണ് ആക്രമണത്തിന് ഇരയായത്. ഒരിക്കലും മാപ്പ് നൽകാവുന്ന ഒരു പ്രവൃത്തിയല്ല. പിന്നെ അത് മാത്രമല്ല, ആ വിനോദസഞ്ചാരികളുടെ മതം നോക്കി അവർ ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആക്രമണം അഴിച്ചുവിട്ടത്. അത് ഇവിടെ ഇന്ത്യയിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവരോട് പേര് ചോദിച്ചു, കുറച്ച് പേര് മാറ്റി പറഞ്ഞപ്പോഴത്തേക്ക്, മുസ്ലിം പേര് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ വിശ്വാസം വരാതെ ID കാർഡ് ചോദിച്ചു. ചിലരിൽ ID കാർഡിലും വിശ്വാസം വരാത്തവരെയൊക്കെ പാൻസ് അഴിപ്പിച്ച് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നുവരെ അവർ പരിശോധിച്ചിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിന് തിരഞ്ഞെടുത്ത സമയം വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനത്തിലായിരുന്നു. ഏറ്റവും വലിയൊരു ഇസ്ലാമിക രാഷ്ട്രമാണ് സൗദി. അപ്പോൾ ഈ സൗദിയുമായിട്ട് ഇന്ത്യ അടുക്കുന്നത് പാകിസ്ഥാന് സഹിക്കാൻ ഒക്കുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ ആ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. കാരണം മോദി ആ ചർച്ച പാതി വരിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നതാവും ഭീകരരുടെ ലക്ഷ്യം. പാക് അധീന കാശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കുക എന്നൊരു ശ്രമം നടത്തണം എന്നുള്ളതും അവരുടെ ഒരു ലക്ഷ്യമായിരിക്കാം. അപ്പോൾ അങ്ങനെ ശ്രമം നടത്തുമ്പോഴത്തേക്ക് അത് അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കുകയും ഇരവാദം അവർക്ക് ഉന്നയിക്കാനും പറ്റും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെല്ലാം ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. വെറും പിന്തുണ മാത്രമല്ല, തക്കതായ തിരിച്ചടി നൽകേണ്ട ഒരു ഭീകരാക്രമണം എന്നാണ് അവരെല്ലാം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അനന്ത്നാഗിലുള്ള പഹൽഗാമിലെ ബൈസർണി വാലിയിലാണ് ഈ ഭീകരാക്രമണം നടന്നത്. സൈനിക വേഷത്തിലാണ് 4 ഭീകരരെത്തി 28 പേരെ കൊന്നൊടുക്കിയത്. അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട്. മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതുപോലെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു നാവികസേനാ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലായിരുന്നു. അങ്ങനെ 28 പേര് മരിക്കുകയും 20 പേരിൽ പുറത്ത് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിക്കേറ്റവരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനൊക്കെ സാധ്യതയുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോണി റൈഡൊക്കെ അവിടെ ഒരുപാട് പേര് നാട്ടുകാർക്ക് വരുമാനം കിട്ടുന്ന പരിപാടിയാണ്. അങ്ങനെ മാത്രമേ ആ പ്രദേശത്ത് എത്തിച്ചേരാൻ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ ഭീകരാക്രമണത്തിന് തിരഞ്ഞെടുത്തത്. പിന്നെ ഈ സെക്യൂരിറ്റി ബ്രീച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്തൊന്നും പട്ടാളത്തിൻ്റെ ചുറ്റുമൊന്നുമല്ല നമ്മൾ ഇരിക്കുന്നത്. താഴെയുള്ള റോഡുകളിലാണ് പട്ടാളം ഉള്ളത്. അല്ലാതെ അതിന് ചുറ്റും വനപ്രദേശമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കൊക്കെ ഓരോ മുക്കിലും മൂലയിലും പട്ടാളത്തിനെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ആക്രമണം നടത്തണമെന്ന് വിചാരിച്ചാൽ ആർക്കും എവിടെയും പറ്റുകയൊക്കെ ചെയ്യും. അത് നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഭാഗ്യമായി മാത്രമേ കരുതാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ടിട്ട് ആക്രമണം നടത്തി കഴിഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. സൈനികർ അവിടെ എത്താനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഈ 4 ഭീകരരിൽ ഒരാൾ നാട്ടുകാരനുമായിരുന്നു. ആ നാട്ടുകാരുടെ സഹായമില്ലാതെ, നാട്ടുകാരൻ്റെ ആരുടെയെങ്കിലും പ്രദേശവാസികളുടെ സഹായമില്ലാതെ ഇവർക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് അവിടുത്തെ ഒരു ജോഗ്രഫിയൊക്കെ. അപ്പോൾ ഈ നാട്ടുകാരൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെയാണ് ഉൾപ്പെട്ടേക്കുന്നത്, ഇതെല്ലാം ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ ആക്രമണം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ എല്ലാവരും ആ പ്രദേശം സന്ദർശിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള അന്വേഷണം നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ലഷ്കർ എ തൈബ എന്ന ഭീകര സംഘടനയുടെ ഒരു പാർട്ടായ TRF ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആർട്ടിക്കിൾ 370 പിൻവലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപം കൊണ്ടൊരു സംഘടനയാണ് അതിനെതിരെ. അവരാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും NIA അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇക്കാലത്ത് ഡിജിറ്റൽ തെളിവുകളൊക്കെ ഇല്ലാണ്ട്, തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ഇവർക്ക് ആരൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സാധാരണ ഭീകരാക്രമണങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് സൈനിക ക്യാമ്പുകൾക്ക് നേരെയൊക്കെയാണ്. പക്ഷേ ഇത്തവണ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? വിനോദസഞ്ചാരം അവിടെ നിർത്തുക, അതിനൊരു സഡൻ ബ്രേക്ക് ഇടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
ഇപ്പോൾ വിനോദസഞ്ചാരം ഈ ആർട്ടിക്കിൾ 370 പിൻവലിച്ച ശേഷം വിനോദസഞ്ചാരത്തിൽ ഭയങ്കര ഒരു കുത്തൊഴുക്കാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ കുഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ കാശ്മീർ സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറമൊക്കെ നമ്മൾ കാശ്മീരിൽ ചെല്ലുമ്പോഴത്തേക്ക് അറിയാം. മലപ്പുറം എന്ന് പറഞ്ഞ് കാശ്മീരികൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. അവർക്ക് അങ്ങനെ ഒരു പ്രദേശത്തെ തന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം അത്രയും ടൂറിസ്റ്റുകളാണ് മലപ്പുറത്തിൻ്റെയൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വരെ കാശ്മീർ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തടയിടുക, ഇവർക്ക് പേടിയായി കാണുമല്ലോ, ഇതിന് തടയിടുക എന്നുള്ളത് ഭീകരരുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. പിന്നെ ഈ ടൂറിസത്തിലൂടെ കാശ്മീരും വികസിക്കുകയാണ്. കാശ്മീർ നാട് മുഴുവൻ എന്ന പുറത്തുള്ള ഒരു രീതിയിൽ മാത്രമല്ല, കാശ്മീരിലെ ഓരോ നാട്ടുകാരനും ഇതിൻ്റെ ഫലം എത്തുകയാണ്. ഹോം സ്റ്റേകൾ, അവരുടെ ടാക്സി, അങ്ങനെ ഈ പോണി റൈഡ്, ഇങ്ങനെ പലതും അവർക്ക് വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും ഈ ഭീകരർക്ക് സഹിക്കാൻ സാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇതിന് തടയിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം 2 കോടി ടൂറിസ്റ്റുകളാണ് കാശ്മീർ സന്ദർശിച്ചത്. അതിലൊരാൾ ഞാനായിരുന്നു. ഇപ്പോൾ ഏകദേശം മാസം ഒരു 20 ലക്ഷം പേരൊക്കെ കാശ്മീർ സന്ദർശിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെ ഒരു ഭംഗി, യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഭംഗി നമുക്ക് കുറഞ്ഞ ചിലവിൽ ആസ്വദിക്കാൻ പറ്റും. അതാണ് കാശ്മീരിൻ്റെ പ്രത്യേകത. ഈ ആർട്ടിക്കിൾ 370 പിൻവലിച്ച ശേഷം അവിടെ കാശ്മീർ ശാന്തവും സമാധാനവും ഒക്കെ ആയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ വർഷം ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വന്ന് ആ സർക്കാരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ഇതൊന്നും ഭീകരർ എക്സ്പെക്ട് ചെയ്ത കാര്യമേ അല്ല. കേന്ദ്ര സർക്കാർ വൻതോതിലുള്ള ഫണ്ടാണ് കാശ്മീരിലേക്ക് ഒഴുക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ജമ്മു ടു ശ്രീനഗർ റെയിൽവേ ലൈനൊക്കെ പണി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജൊക്കെ അവിടെ നിലവിൽ വന്നു. ഇനി പരീക്ഷണ ഓട്ടം ഓൾറെഡി പൂർത്തിയായി. ഇനി സർവീസൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പം പിന്നെ കാശ്മീരിലെത്തുക വീണ്ടും ഈസിയാവും, വീണ്ടും ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടും. ഇതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഈ രീതിയിൽ കാശ്മീരിന് മാറ്റം വന്നു കഴിഞ്ഞാൽ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ പോലും ഇന്ത്യൻ കാശ്മീരുമായിട്ട്, ഇപ്പം നിലവിലുള്ള നമ്മുടെ കാശ്മീരുമായിട്ട് ചേരണമെന്ന് അവരും പറയും. അപ്പോൾ അതൊക്കെ തടയിടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ ഒരു മുഴം മുമ്പേ അവർ നീട്ടി എറിഞ്ഞത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. പിന്നെ POK കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ, POK എന്ന് പറഞ്ഞാൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ, എനിക്ക് നേരിട്ട് അറിയുന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലർക്ക് അറിയാതെ വായിൽ നിന്ന് വരുന്നതോ അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ലാത്തയോ ആണ്. അവർ പറയാറുണ്ട് ഇന്ത്യൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന്. അപ്പോൾ സത്യത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. ഇന്ത്യൻ ഒക്യുപ്പൈഡ് കാശ്മീരെല്ലാം ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നു. ആ ഇന്ത്യൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നതേ തെറ്റ് തന്നെയാണ്. അവിടെ നിന്ന് നമ്മുടെ കാശ്മീർ അവരാണ് കയറി ഒക്യുപ്പൈ ചെയ്തത്. POK പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് അന്ന് നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റു എന്തോ മാനുഷികപരമായ പരിഗണനകളോ എന്തോ ഉണ്ട്. എന്തായാലും അന്ന് അത് തിരിച്ചു പിടിക്കാൻ പറ്റാത്തത്, അന്ന് നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് ലൈൻ ഓഫ് കൺട്രോൾ, ഇപ്പോഴത്തെ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞത്, മുന്നോട്ട് പോകണ്ട, അത് നമ്മൾ ഓൾറെഡി പിടിച്ചു വെച്ച പ്രദേശമാണ്, അതിൽ നിന്ന് പിന്നാക്കം പോകാൻ പറഞ്ഞത് തന്നെ അതൊരു വീഴ്ചയായിട്ട് നമുക്കിപ്പോഴും കാണേണ്ടി വരും. പിന്നെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രകനായ തഹാവൂർ റാണയെ നമ്മൾ US നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടേ ഉള്ളൂ. അയാളെ ചോദ്യം ചെയ്തതിലൂടെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരും. അതെല്ലാം പാകിസ്ഥാന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും ഈ ഒരു കാര്യം. പിന്നെ ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ മാസം ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഉള്ള ഒരു പ്രതികാരമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടത്തില്ലെന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. പുൽവാമയിൽ ആക്രമണം നടന്നപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭീകരാക്രമണം പഹൽഗാമിൽ നടന്നപ്പോഴത്തേക്ക് അതിൽ ഒരു ഭർത്താവിനെ ഭീകരർ കൊന്നപ്പോഴത്തേക്ക് ഭാര്യ പറയുന്നു എന്നെയും കൂടി കൊന്നിട്ട് പോകൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഭീകരർ ഭാര്യയോട് പറയുന്നത് പോയി മോദിയോട് പറയൂ എന്നാണ്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ മീറ്റിംഗ് ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ ഹമാസ് നടത്തിയ ആ ഗാസ യുദ്ധത്തിന് നിമിത്തമായ ആ ഭീകരാക്രമണത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഈ ആക്രമണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ തക്കതായ ഒരു തിരിച്ചടി കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതിന് മുമ്പൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭീകരരുടെ ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുക. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടത്തിന് പരിഹാരമാകില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഏതൊക്കെ രീതിയിൽ അവരുമായിട്ട് കൂടെ നിൽക്കാമോ അതെല്ലാം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യണം. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്കൊരു മുസൽമാനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഭീകരരുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു സാധാരണക്കാരൻ, അദ്ദേഹം അവരുടെ തോക്കൊക്കെ പിടിച്ച് വലിച്ച് മേടിക്കാൻ നോക്കി. അങ്ങനെ നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് അദ്ദേഹം മുതിർന്നു, അവരുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്.
അത് വല്ലാത്ത ധീരത തന്നെയാണ്. അദ്ദേഹത്തെയും നമുക്ക് ഓർക്കണം. ഗവൺമെൻറ്റും അദ്ദേഹം മരിച്ചു, ബട്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ഒന്ന് ആദരിക്കുകയും വേണം. ഇന്ത്യയും സൗദിയും ഒക്കെ ആയിട്ട് ഒരു സംയുക്ത പ്രസ്താവന ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഭീകരവാദത്തിന് മതം ഇല്ല, അതിനെ എതിർക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ. കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് അതൊക്കെ തന്നെയാണ്. പലരും ഇത് കണക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേക്കുന്നത് കണ്ടു, ഭീകരവാദത്തിന് മതമില്ല. ബട്ട് എല്ലാ ഭീകരവാദത്തിനും മതമുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയല്ല വേണ്ടത്. എല്ലാ ഭീകരവാദത്തിനെയും ഒരുപോലെ എതിർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ ചെയ്യുമ്പോഴത്തേക്ക് അത് പറയുകയും മറ്റൊരാൾ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതാണ്. ആ ഒളിച്ചോട്ടമാണ് മറ്റൊരു ഭീകരവാദം. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ്. അത് തുറന്നു പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അതുകൊണ്ട് ഇവിടെ ഹിന്ദു ഭീകരവാദം ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിന്ദു ഭീകരവാദം നമ്മുടെ രാജ്യത്തിന് ആപത്ത്, ഇസ്ലാമിക ഭീകരവാദം ലോകത്തിന് മുഴുവനും ആപത്താണ്.